ഒരു കുഞ്ഞ് ജനിക്കുമ്പോൾ പല സംശയങ്ങളും ഉണ്ടാകാറുണ്ട്. അതിലൊന്നാണ് കുഞ്ഞിൻ്റെ നിറത്തിൻ്റെ കാര്യത്തിൽ. ചില കുഞ്ഞുങ്ങൾ ജനിക്കുമ്പോൾ നല്ല നിറമായിരിക്കും, കുറച്ച് ദിവസം കഴിയുമ്പോൾ നിറം കുറയുന്നതായിട്ട് കണ്ടുവരാറുണ്ട്. അതുപോലെ കുഞ്ഞുങ്ങളുടെ നിറമെന്ന് പറയുന്നത് ശരീരത്തിൽ നല്ല നിറമുണ്ടായിരിക്കും, ചെവിയുടെ ഭാഗത്ത് നല്ല ഡാർക്ക് കളറായിരിക്കും. അപ്പോൾ ചെവിയുടെ കളറായിട്ട് മാറുമോ എന്നൊക്കെ പലർക്കുമുള്ളൊരു സംശയമാണ്. യഥാർത്ഥത്തിൽ കുഞ്ഞിൻ്റെ കറക്റ്റായിട്ടുള്ള നിറം ഏത് പ്രായത്തിലാണ് അല്ലെങ്കിൽ ഏത് മാസത്തിലാണ് കറക്റ്റായിട്ട് കുഞ്ഞിൻ്റെ നിറം വരുന്നത് എന്നാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. ഹായ്, വെൽക്കം ടു നിയ ടോക്സ്. നിങ്ങൾ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കണ്ട. നോർമലായി കുഞ്ഞ് ജനിക്കുന്ന സമയത്ത് നല്ല നിറമുണ്ടായിരിക്കും. അതിനുശേഷം കുഞ്ഞിൻ്റെ നിറം പതിയെ കുറയുന്നതായിട്ട് കാണാൻ തുടങ്ങും. അപ്പോഴാണ് പലർക്കും സംശയം ഉണ്ടാകുന്നത്, ആ ഒരു കളർ കുറഞ്ഞു, ആ ഒരു കളർ കുറയാതിരിക്കാൻ എന്തൊക്കെ ചെയ്യണം, ഏതൊക്കെ ലോഷനാണ് യൂസ് ചെയ്യേണ്ടത്, ഏതൊക്കെ എണ്ണയാണ് യൂസ് ചെയ്യേണ്ടത്, കുഞ്ഞിൻ്റെ നിറം കുറയാതിരിക്കാനായിട്ട് എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത് എന്നുള്ള സംശയങ്ങളൊക്കെ നിങ്ങൾക്ക് ഉണ്ടായിരിക്കും. ആദ്യമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്, കുഞ്ഞ് ജനിച്ച് ഓരോ ആഴ്ച കഴിയുമ്പോഴും കുഞ്ഞിൻ്റെ നിറത്തിൽ വരുന്ന മാറ്റത്തിനുള്ള കാരണം എന്താണെന്ന് നോക്കാം. മിക്ക കുഞ്ഞുങ്ങളും ജനിക്കുന്ന സമയത്ത് ഡാർക്ക് റെഡ് കളറോ അല്ലെങ്കിൽ പർപ്പിൾ കളറോ, അതും അല്ല എങ്കിൽ ലൈറ്റ് ആയിട്ടുള്ള പിങ്ക് കളറിലോ ആയിരിക്കും കുഞ്ഞുങ്ങൾ ജനിക്കുന്നത്. ഇതിനുള്ള കാരണം, കുഞ്ഞ് ജനിക്കുന്ന സമയത്ത് കുഞ്ഞിൻ്റെ സ്കിൻ എന്ന് പറയുന്നത് വളരെ തിന്നായിട്ടാണ് കാണപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു സമയത്ത് കുഞ്ഞുങ്ങളുടെ സ്കിന്ന് ഒരു പിങ്ക് നിറത്തിലായിരിക്കും കാണപ്പെടുന്നത്. കാരണം കുഞ്ഞുങ്ങൾ ജനിക്കുന്ന സമയത്ത് കുഞ്ഞുങ്ങളുടെ സ്കിന്ന് മെച്ചുവർ ആയിട്ടുണ്ടാകില്ല. കുഞ്ഞിന്റെ സ്കിന്ന് മെച്ചുവർ ആകാത്തത് കൊണ്ട് തന്നെ കുഞ്ഞ് ജനിക്കുന്ന സമയത്ത് വെളുത്ത കുഞ്ഞാണ് എങ്കിലും, ഇരുണ്ട നിറത്തിലുള്ള കുഞ്ഞാണ് എങ്കിലും, ഡാർക്ക് പർപ്പിൾ കളർ ആയതുകൊണ്ട് തന്നെ കുഞ്ഞിൻ്റെ സ്കിൻ കളർ കുറച്ച് ഡാർക്കായിട്ടായിരിക്കും കാണപ്പെടുന്നത്. അങ്ങനെയുള്ള കുഞ്ഞുങ്ങൾ ഓരോ ആഴ്ച കഴിയും തോറും കുഞ്ഞുങ്ങളുടെ സ്കിന്നിന് നല്ല കളർ വെച്ച് വരുന്നതായിട്ട് കാണാനായിട്ട് കഴിയും. ചില കുഞ്ഞുങ്ങൾ ജനിക്കുമ്പോൾ അവരുടെ സ്കിന്ന് പിങ്ക് നിറത്തിലായിരിക്കും ഉണ്ടായിരിക്കുന്നത്. അങ്ങനെയുള്ള കുഞ്ഞുങ്ങൾ ഓരോ ആഴ്ച കഴിയും തോറും കുഞ്ഞിൻ്റെ സ്കിന്ന് മെച്ചുവർ ആകുന്നതിനനുസരിച്ച് കുഞ്ഞിൻ്റെ നിറം അല്പം കുറഞ്ഞു വരുന്നതായിട്ട് കാണാൻ പറ്റും. അതുപോലെ ചില കുഞ്ഞുങ്ങൾ ജനിക്കുന്ന സമയത്ത് ബ്ലൂ നിറത്തിലാണ് കാണപ്പെടുന്നത്. ഇതിനുള്ള കാരണം, കുഞ്ഞുങ്ങൾക്ക് ഗർഭാവസ്ഥയിലായിരിക്കുന്ന സമയത്ത് ഓക്സിജന്റെ സപ്ലൈ കുറവായതിന്റെ കാരണത്താലാണ് കുഞ്ഞുങ്ങൾക്ക് ഇങ്ങനെ ബ്ലൂ കളർ കാണപ്പെടുന്നത്. ഇത് കുഞ്ഞ് ജനിച്ച് പതിയെ പതിയെ സ്കിന്ന് മെച്ചുവർ ആകുന്നതിനനുസരിച്ച് പതിയെ മാറി വരുന്നതാണ്. കുഞ്ഞ് ജനിച്ച ഉടനെ കാണുന്ന ആ ഒരു നിറം വെച്ചിട്ട് നമുക്ക് കുഞ്ഞ് ഏത് നിറത്തിലേക്കാണ് വരുന്നത് എന്ന് മുൻകൂട്ടി പറയാനായിട്ട് സാധിക്കത്തില്ല. കുഞ്ഞ് ജനിച്ച് ഏകദേശം ഒരു 6 മാസമൊക്കെ ആകുമ്പോൾ കുഞ്ഞിന്റെ നിറം എന്തായിരിക്കണം എന്നുള്ളത് കുഞ്ഞ് ഗർഭാവസ്ഥയിലായിരുന്നപ്പോൾ തന്നെ, അതായത് അച്ഛൻ്റെയും അമ്മയുടെയും ജീന് വെച്ചിട്ട് കുഞ്ഞിന് ഏത് നിറമായിരിക്കും എന്നുള്ളതെല്ലാം തന്നെ ഭ്രൂണാവസ്ഥയിൽ തന്നെ അത് കൺഫേം ചെയ്ത ഒരു കാര്യമാണ്. ഓൾറെഡി കുഞ്ഞിൻ്റെ നിറം എന്തായിരിക്കുമെന്ന് ഉള്ളത് നേരത്തെ തന്നെ നിശ്ചയിച്ച് വെച്ചിരിക്കുന്നത് കൊണ്ട് നമ്മൾ ലോഷനോ അല്ലെങ്കിൽ എണ്ണയോ വിവിധ തരം ഹോം റെമഡീസോ ഒക്കെ അപ്ലൈ ചെയ്തു എന്ന് കരുതിയിട്ട് കുഞ്ഞിൻ്റെ നിറത്തിൽ വലിയ ഒരു ചേഞ്ച് കൊണ്ടുവരാനായിട്ട് പറ്റത്തില്ല. അതുപോലെ ചിലരൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ട്, ഞാൻ ഇന്ന തരത്തിലുള്ള ലോഷനൊക്കെ കുഞ്ഞിന് യൂസ് ചെയ്തു, അതുകൊണ്ടാണ് കുഞ്ഞിൻ്റെ സ്കിന്നിൻ്റെ കളർ കുറഞ്ഞതെന്നൊക്കെ. പക്ഷേ അത്തരത്തിലുള്ള കാരണങ്ങൾ കൊണ്ടൊന്നും കുഞ്ഞിൻ്റെ സ്കിന്നിൻ്റെ കളറ് കുറയത്തില്ല. കാരണം ഓൾറെഡി കുഞ്ഞിൻ്റെ സ്കിൻ കളർ എന്തായിരിക്കുമെന്ന് നേരത്തെ തന്നെ കൺഫേം ആയ ഒരു കാര്യമായതുകൊണ്ട് തന്നെ നമ്മളിപ്പോൾ ലോഷൻ ഉപയോഗിച്ചത് കൊണ്ടൊന്നും കുഞ്ഞിൻ്റെ സ്കിന്നിൻ്റെ നിറം കുറയണമെന്നില്ല. കുഞ്ഞിൻ്റെ നിറം കൂടാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഓരോരോ ടിപ്പുകൾ പരീക്ഷിക്കുമ്പോഴും നിങ്ങൾ മനസ്സിലാക്കണം, ഓൾറെഡി ജീനുകളെല്ലാം ഇത് കൺഫേം ചെയ്തിരിക്കുന്നത് കൊണ്ട് തന്നെ നമുക്ക് വിവിധ തരം പ്രോഡക്റ്റുകൾ യൂസ് ചെയ്തെന്ന് കരുതിയിട്ട് കുഞ്ഞിൻ്റെ നിറം കൂട്ടിക്കൊണ്ട് വരാനായിട്ട് പറ്റത്തില്ല. കുഞ്ഞിൻ്റെ സ്കിന്നിന് ഹെൽത്തി ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട 1-2 കാര്യങ്ങൾ പറയാം. ഒന്നാമത്തേത്, കുഞ്ഞിൻ്റെ സ്കിന്ന് എപ്പോഴും ഹൈഡ്രേറ്റ് ആയിട്ട് ഇരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കണം. അതിന് വേണ്ടിയിട്ട് മോയ്സ്ചറൈസിങ് ലോഷൻ യൂസ് ചെയ്യാം, ക്രീമുകൾ യൂസ് ചെയ്യുന്നതും നല്ലതാണ്. കുഞ്ഞ് ജനിച്ച് ആദ്യത്തെ 6 മാസം വരെ യൂസ് ചെയ്യാൻ പറ്റിയ നല്ല ക്രീമും ലോഷനും ഒക്കെ ആമസോണിൽ അവൈലബിൾ ആണ്. അതിൻ്റെ ലിങ്ക് ഡീറ്റെയിൽസൊക്കെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ആവശ്യമുണ്ടെങ്കിൽ അവിടെ നിന്ന് ചെക്ക് ചെയ്തിട്ട് അതിൻ്റെ റിവ്യൂ ഒക്കെ വായിച്ചതിന് ശേഷം അതിൽ നിന്ന് നിങ്ങൾക്ക് അഫോർഡബിൾ ആകുന്നതും നല്ല ക്വാളിറ്റി ഉള്ളതുമായിട്ടുള്ള ക്രീമുകളും ലോഷനും വാങ്ങി യൂസ് ചെയ്യുക. ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. കുഞ്ഞ് ജനിക്കുമ്പോൾ കുഞ്ഞിൻ്റെ സ്കിന്ന് തിന്നായിരിക്കുകയും കുഞ്ഞിന് ഓരോ ദിവസം പ്രായം കൂടുന്നതിനനുസരിച്ച് കുഞ്ഞിൻ്റെ സ്കിന്ന് മെച്ചുവർ ആവുകയും കുഞ്ഞിൻ്റെ സ്കിന്ന് മെച്ചുവർ ആകുന്നതിനനുസരിച്ച് കുഞ്ഞ് യഥാർത്ഥ നിറത്തിലേക്ക് വരുന്നതാണ് എന്നുകൂടെ നിങ്ങൾ മനസ്സിലാക്കുക. ഏകദേശം 4 to 6 മന്തിനുള്ളിലായിട്ട് കുഞ്ഞിൻ്റെ സ്കിന്ന് മെച്ചുവറായി കുഞ്ഞിൻ്റെ യഥാർത്ഥ നിറത്തിലേക്ക് വരുന്നതാണ്. കുഞ്ഞിന് ഏകദേശം 1 വയസ്സാകുന്ന ആ ഒരു സമയത്ത് കുഞ്ഞിൻ്റെ സ്കിൻ ടോൺ ഏതാണെന്ന് മനസ്സിലാക്കി, അതായത് ഡ്രൈ സ്കിന്നാണോ, ഓയിലി സ്കിന്നാണോ, അല്ലെങ്കിൽ സെൻസിറ്റീവ് സ്കിന്നാണോ, അങ്ങനെ മനസ്സിലാക്കിയിട്ട് കുഞ്ഞിന് ആവശ്യമായിട്ടുള്ള ലോഷനും ക്രീമും ഒക്കെ കൃത്യമായിട്ട് നമുക്ക് ഇത് മനസ്സിലാക്കി വാങ്ങാനായിട്ട് പറ്റുന്നതാണ്. കുഞ്ഞ് ജനിച്ച് 1 വയസ്സ് വരെ
അതുവരെ കുഞ്ഞിന് ഏറ്റവും നല്ല ബ്രാൻഡിലെ നല്ല പ്രോഡക്റ്റുകൾ മാത്രം നിങ്ങൾ യൂസ് ചെയ്യുക. ആ ഒരു ടൈമിൽ നമുക്ക് കുഞ്ഞിൻ്റെ സ്കിൻ ടോൺ ഏതാണെന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റാത്തത് കൊണ്ട് തന്നെ ഏറ്റവും നല്ല ബ്രാൻഡിൻ്റേതും കുഞ്ഞിന് മറ്റ് അലർജിയോ ഇൻഫെക്ഷനോ ഒന്നും വരാത്ത രീതിയിലുള്ള നല്ല ബ്രാൻഡിൻ്റെ പ്രോഡക്റ്റുകൾ മാത്രം യൂസ് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ കുഞ്ഞിൻ്റെ സ്കിന്നിൽ എന്തെങ്കിലും അലർജീസ് കാണുന്നുണ്ടെങ്കിലോ കുഞ്ഞിൻ്റെ സ്കിൻ കളർ യെല്ലോ ആയിട്ട് തോന്നുന്നുണ്ടെങ്കിലോ കുഞ്ഞിൻ്റെ കണ്ണിൻ്റെ വൈറ്റ് പാർട്ട് യെല്ലോ കളറായിട്ട് കാണുന്നുണ്ടെങ്കിലോ നിങ്ങൾ ഉടൻ തന്നെ ഡോക്ടറെ കാണിക്കുക. കുഞ്ഞിന് മഞ്ഞയുള്ളതിൻ്റെ കാരണത്താലായിരിക്കാം ചിലപ്പോൾ ഇങ്ങനെ കുഞ്ഞിൻ്റെ സ്കിന്നിൻ്റെ കളറ് അതുപോലെ കണ്ണിൻ്റെ വൈറ്റ് പാർട്ടും ഒക്കെ യെല്ലോ കളറായിട്ട് മാറുന്നത്. അതുകൊണ്ടാണ് ഈ ഒരു കാര്യം കാണുന്നുണ്ടെങ്കിൽ ഡോക്ടറെ കാണാനായിട്ട് പറഞ്ഞത്. ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടായിരിക്കും എന്തുകൊണ്ടാണ് കുഞ്ഞുങ്ങൾ ജനിക്കുമ്പോൾ നല്ല നിറമുണ്ടായിരുന്നിട്ട് പിന്നീട് അങ്ങോട്ട് നിറം കുറയുന്നത് എന്നുള്ളതിനെക്കുറിച്ച്. അപ്പോൾ ഇതൊക്കെയാണ് ഇതിൽ വരുന്ന പ്രധാന കാര്യങ്ങൾ. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. നെക്സ്റ്റ് പുതിയൊരു വീഡിയോയുമായിട്ട് അടുത്ത ദിവസം കാണാം. താങ്ക്